ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇത്താത്തയുടെ ചാനൽ പൊന്നൂസ് 42 അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരുടെ ചാനൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സബ് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലില്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ ആണ്. വെടിക്കെട്ടൊക്കെ ഉണ്ട്, മനാമയിൽ വെടിക്കെട്ടൊക്കെ ഉണ്ട്. മനാമയിലാണ് മനാമയിൽ നമുക്ക് വെടിക്കെട്ടൊക്കെ കാണാൻ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലത്തെ ഫസ്റ്റത്തെ ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഉപ്പാനെയും ഷെയിലുമാനെയും, ഉപ്പാന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പാടെ വാപ്പ, ഉപ്പാനെയും ഷെയിലുമ എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പാടെ ഉമ്മ. അപ്പോൾ അവരായിട്ടൊന്നും മര്യാദക്ക് ന്യൂ ഇയർ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തിരി സ്പീഡാക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ അങ്ങോട്ട് നടന്ന് ഞാൻ ബോറടിച്ചപ്പോഴത്തേക്കും വാപ്പയുടെ അടുത്ത് പറഞ്ഞു, വാപ്പ എനിക്ക് ബോറടിക്കണം വാപ്പ, നമുക്ക് കുറച്ചും കൂടി നടക്കാം. അവിടെ എന്താണ്ട് ന്യൂ ഇയർ പ്രമാണിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബീച്ചിൽ എന്താണ്ട് ഒരു ഡാൻസ്. അത് ഞങ്ങൾ കാണാൻ കയറണം വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ വന്നുകൊണ്ടാണോ അത് ഞങ്ങളുടെ ഭാഗ്യമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും അത് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അപ്പുറം തന്നെ കാണുന്നത് റോഡായതുകൊണ്ട് വാപ്പി പറഞ്ഞു ഒതുങ്ങി നടന്നോന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒതുങ്ങിയാണ് നടക്കുന്നത്. നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് നടക്കണോണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ജൂൺ 4-ാം തീയതിയാണ്, ജനുവരി 4-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചില കമൻറ്റ്സ് എനിക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പില്ലാതില്ല. എന്താ വെച്ചാൽ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അപ്പോൾ ഞാൻ ക്രോഷോ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കയറി കാണാത്തവരൊക്കെ കാണുക. പിന്നെ ഞാൻ ക്രോഷോയുടെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നടന്ന് ഏറ്റവും ലാസ്റ്റ് ഞങ്ങളെവിടെയൊക്കെയോ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീടിൻ്റെ വഴി എത്താറായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി നടക്കാനുണ്ട്. അവിടെയൊക്കെ ഫുള്ള് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തിരി വണ്ടി വരണോണ്ട് ഇത്തിരി സൈഡ് കയറിയിട്ടാണ് നടന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ഇരുട്ടുണ്ടാവും. അതിനും കൂടി നിങ്ങളൊന്ന് ക്ഷമിച്ച് തന്നേക്കുക. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ജാക്കറ്റും ലിബാമും മോയ്സ്ചറൈസറും ഇടാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടികളെ 13 വയസ്സിന് മുകളിലുള്ളവർക്കാണ്, എന്ന് വെച്ചാൽ 12 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ, ക്രീമുകളൊക്കെ. ഞാൻ ക്രീം ഇടൂല എന്നല്ല, ഫൗണ്ടേഷൻ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇടും. പിന്നെ എനിക്ക് ഭയങ്കര ഗ്ലോ ഉണ്ട് ഗൈസ് എൻ്റെ മുഖത്ത്. ഞാൻ തന്നെ കാണാണ്ട് എൻ്റെ ക്യാമറ ഞാൻ അങ്ങോട്ട് പൊത്തിപ്പിടിച്ച അതിന്. അപ്പോൾ ഇത്തിരി വിഡ്ഢിത്തരങ്ങളൊക്കെ കാട്ടേണ്ടെങ്കിലും ഞാനാൾ പാവം കേട്ടോ ഗൈസ്. അങ്ങനെ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇത്താത്ത വരച്ചാണ് നടക്കുന്നത്. ഇത്താത്ത മാത്രമല്ല, ഞാനും വരച്ചാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത്താത്ത നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കോലൊന്നും ആരും ശ്രദ്ധിക്കാൻ നിൽക്കണ്ടായോളാണ്. കുറച്ചങ്ങോട്ട് ദൂരമാണ് പോയെങ്കിലും ഇത്തിരി വൃത്തിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഗൈസ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള സൗണ്ടുകൾ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട, അതെല്ലാം നിങ്ങൾ ഇതാക്കിയിട്ട് എൻ്റെ സൗണ്ട് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ലുലുവിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭീമാനായിട്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ ലുലു എന്ന് പറയുന്നത് നമ്മളെന്നൊക്കെയാണ് എൻ്റെ വായുണ്ട്. എന്താണെന്ന് വെച്ചാൽ തറവാട് സ്വത്ത് പോലെയാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളത് ന്യൂ ഇയർ കാണാൻ വേണ്ടി വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് എൻ്റെ ഭീമ എന്ന് പറയുമ്പോൾ ഉമ്മച്ചിൻ്റെ ഉമ്മയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും വന്ന് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നല്ല ഷെയ്ക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നടക്കുകയാണ്, അതുകൊണ്ടാണ് നല്ല ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റേ ജ്യൂസ് അങ്ങനെ ഒന്നല്ല കേട്ടോ. ഞാൻ നടക്കുന്നതിൻ്റെ ആ ഒരു അളകുന്നുണ്ട് നന്നായിട്ട് ഫോണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ബാക്കി നിങ്ങൾ കണ്ടോ. ഞാൻ വോയിസ് അങ്ങോട്ട് കൊടുക്കണില്ല. അങ്ങനെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വെടിക്കെട്ടിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സത്യം പറയാലോ. അപ്പോൾ അവിടെ നിന്ന് വെടിക്കെട്ടിൻ്റെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്.
അപ്പോൾ നേരെ കയറി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചമർത്തിക്കോ. ബൈ. ഉത്താത്തയും വ്ലോഗ് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചമർത്തിക്കോ. ബൈ.